ആക്ച്വലി ഞാൻ എന്ന് പറയുമ്പോൾ ഒരു കട്ട ബി ടി എസ് ലവറാണ്. അതായത് ഞങ്ങളുടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ ബി ടി എസ് ആർമി ഒരു ബി ടി എസ് ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ സർക്കിളിലുള്ള മിക്ക പയ്യന്മാർക്കും ബി ടി എസിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവന്മാർ പറയും, ഓ എടാ ആ പെമ്പിള്ളേർ പോലെ കുട്ടിയുടെ ചെറുക്കന്മാരാണോ നിനക്ക് ഇഷ്ടം, ഓ ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒന്നേ ഉള്ളൂ, ഈ പറയുന്നവർ എൻ്റെ അടുത്ത് ഈ ഇട്ടാവിട്ട് തിരിക്കുന്നു, അവർ ലോക പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതല്ല നമ്മുടെ ടോപ്പിക്ക്. പണ്ട് ഞാൻ ഈ ബി ടി എസിനൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന സമയത്തിൽ എന്നെക്കാൾ മുന്നേ ഇതൊക്കെ അറിഞ്ഞ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഇന്ന് ഒരു 1 വീക്ക് മുന്നേ അതിലൊരുത്തി എന്നെ വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ കോളെടുത്തപ്പോൾ പറഞ്ഞു, ബി ടി എസിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങി, അത് കണ്ടായിരുന്നു. കാഷ്വലി ഞങ്ങൾ ബി ടി എസ് ബേസ്ഡ് ആയിട്ട് വന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവരായിരിക്കുമല്ലോ മെയിൻ ടോപ്പിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഷീ ജസ്റ്റ് ലൈക്ക് മീ ലൈക്ക് ദിസ്. അയ്യോ ഞാനിപ്പോൾ ആ വഴിക്കേ പോകാറില്ല, ഞാനിപ്പോൾ അതൊന്നും നോക്കാറേ ഇല്ല, ഞാനിപ്പോൾ അതൊന്നും കാണാറില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്നെക്കാൾ വലിയ സ്ട്രീം ലെവൽ ആർമി ആയിരുന്നല്ലോ നീ, അല്ലെങ്കിൽ ഒരു ഫാൻ ആയിരുന്നല്ലോ നീ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ലടാ ഞാനിപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഫ്രണ്ട്സിനൊന്നും അതൊന്നും ഇഷ്ടമല്ല, അവർക്കൊക്കെ അതൊക്കെ എന്തോ പോലെയാണ്. അതിനടി പണ്ട് നീ തലക്കയറ്റി വെച്ചുകൊണ്ട് നടന്നപ്പോൾ നിനക്ക് അറിയത്തില്ലായിരുന്നോ? ഓ ഞാനൊന്നും പറയുന്നില്ല, ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തല മറന്ന് എണ്ണ തേക്കരുത് എന്നൊരു പ്രയോഗമുണ്ട്. നീ തല മറന്ന് എണ്ണ തേച്ചാൽ പലരും നിന്നെ മറന്ന് എണ്ണ തേക്കാൻ തുടങ്ങും. അതിനിപ്പം ബി ടി എസിനെ വെച്ചിട്ടല്ല, ഇതിപ്പം ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ പല കാര്യങ്ങളും ലൈഫിൽ ഇനിയും നിൻ്റെ ലൈഫിൽ വരും. അപ്പോഴും നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നീ എവിടെ എത്താൻ പോകില്ല എൻ്റെ പൊന്നു കുഞ്ഞെ. സോ നീയായിട്ടിരിക്കും. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് എന്താ ഞാൻ